അടുത്ത ബന്ധു എന്നുള്ളതൊരു നിബന്ധനയല്ല. കൂട്ടത്തിൽ അള്ളാഹു അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നാണ് ഫസ്റ്റ് ഗ്രേഡ് എന്നുള്ള നിലക്ക്. യതീമിനെ പരിഗണിക്കണം. ആ യതീമ് തന്നെ സ്വന്തക്കാരായ യതീമുണ്ടെങ്കിൽ അവനാണ് മുൻഗണന കൊടുക്കേണ്ടത്. സ്വന്തക്കാരനായിട്ടൊരു യതീമ് വന്നാൽ ആ യതീമിനെ പരിപാലിക്കാൻ കഴിവുള്ള ആളുകൾ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ യതീമിനെ പോറ്റിയിട്ട് വളർത്തിയിട്ട് സ്വർഗം പ്രാപിക്കണം. യതീമിനെ നോക്കിയിട്ട് അവന് സംഭാവനയും സംരക്ഷണവും കൊടുത്തിട്ട് സ്വർഗം വാങ്ങണം. യതീമന്റെ കുടുംബത്തിൽ അല്ലാഹു നൽകിയത് എനിക്ക് സ്വർഗത്തിനുള്ളൊരു വകയാണെന്ന് കണക്കാക്കണം. യതീം സ്നേഹത്തോടെ സന്തോഷത്തോടെ താമസിക്കുന്ന വീടാണ് മുസ്ലിങ്ങളെ വീടുകളിൽ വെച്ച് ഏറ്റവും നല്ല വീടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യതീം സുഖത്തോടെ കഴിയുന്നൊരു വീട്. യതീമാരാ? യതീമാരല്ല, സ്വന്തം മോളെ കുട്ടിയാണ്. സ്വന്തം മകളുടെ ഭർത്താവ് മരണപ്പെട്ടുപോയി. ഇപ്പോൾ മകളെ ബാപ്പ ആ കുട്ടിയെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാപ്പക്ക് ആ കുടുംബത്തിന് സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരു നിമിത്തമാണ് ആ യതീം. പോറ്റാനുള്ള കഴിവുണ്ടോ എന്നാ ഇവിടെ തന്നെ വളർത്തണം. അല്ലെങ്കിൽ നമുക്ക് വേറെ യതീംഖാനയിലേക്ക് മറ്റൊക്കെ ചേർക്കാം. ആരാന്റെ മക്കളെ യതീമുകളെ പോറ്റുന്നതിന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ, യതീം കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് പോറ്റി വളർത്തിയിട്ട് ഒരു പഠനത്തിന്റെ അങ്ങേയറ്റം വരെ എത്തിക്കുന്നതിന്റെ പോരിശൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ. ചെറിയ മഹത്താണോ യതീമിനെ പോറ്റുന്നത്? യതീമിനെ പരിഗണിക്കണം. യതീമിനെ പരിഗണിക്കുന്ന ഒരാള് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ വലിയ ബന്ധമുള്ള മഹബ്ബത്തുള്ള ആളാണ്. കാരണം തങ്ങൾ വളർന്നത് യതീമായിട്ടാണ്. തങ്ങൾ വളർന്നത് യതീമായിട്ടാണ്. സ്വന്തം ഉപ്പയെ കാണാതെ വളർന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഗുണവിശേഷണമുണ്ട് ഒരു യതീമിൽ. അതുകൊണ്ട് ഏത് യതീമിന്റെ തലയിൽ തലോടുന്ന മനുഷ്യനും എത്ര കൈവിരലിന്റെ ഉള്ളിൽ എത്ര രോമങ്ങളാണോ മുടിയാണോ കുടുങ്ങിയത്, ആ മുടിയുടെ കണക്കനുസരിച്ച് അല്ലാഹു പാപം പൊറുത്തു കൊടുക്കും. ആഖിറത്തിൽ അല്ലാഹു ദറജയേറ്റി കൊടുക്കും. മനസ്സിന്റെ കട്ടി അല്ലാഹു തആല കുറച്ചു കൊടുക്കും. ദുനിയാവിൽ പ്രശ്നങ്ങൾ വിഷമങ്ങൾ അല്ലാഹു പരിഹാരം ചെയ്തു കൊടുക്കും. നബിയെ, എന്റെ മനസ്സിന് വല്ലാത്ത കട്ടി തോന്നുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് എന്നെ കൊണ്ട് ആകുന്നില്ല, എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു വന്ന ഒരാളോട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മരുന്ന്, ഒരു യതീമിനെ നീ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാൻ കഴിയുമോ? നിന്റെ കൂടെ നിർത്തിയിട്ട് ഒരു യതീമിനെ പരിപാലിക്കാൻ കഴിയുമോ? നിന്റെ മനസ്സ് അല്ലാഹു ലോലമാക്കി തരും. മനസ്സിന്റെ കസുവത്ത്, അതിന്റെ കടുപ്പം, അതിന്റെ കട്ടിയൊക്കെ മാറിക്കിട്ടും. സഹോദരങ്ങളെ, ഒരു യതീമിനെ കാണുമ്പോ, ബാപ്പയില്ലാതെ ജീവിക്കുന്ന കുട്ടിയെ കാണുമ്പോ നല്ലൊരു ബഹുമാനം ആ കുട്ടിക്ക് കൊടുക്കണം. നമ്മെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ ആ കുട്ടിക്ക് കൊടുക്കണം. കൊടുക്കാൻ അല്ലാഹു നിർദ്ദേശിച്ച വിഭാഗങ്ങളിൽ എപ്പോഴും മുന്തിച്ചു പറയുന്ന വിഭാഗമാണ് അനാഥർ. അതിനുശേഷം പറയുന്നു അഗതികൾ. രണ്ടു കൂട്ടരും സമൂഹത്തിൽ ഗ്രേഡുള്ളവരാണ്. കുടുംബത്തിൽ യതീമുകളുണ്ടോ, തള്ളി മാറ്റിയേക്കരുത്. നമ്മളതിനെ പോറ്റാൻ മുൻപന്തിയിൽ വരണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചിത്രം ദുനിയാവിൽ സ്വഹാബത്തിന് പകർത്തി കൊടുത്തപ്പോ, പറഞ്ഞു കൊടുത്തപ്പോ തങ്ങൾ പറഞ്ഞു, നാളെ ഞാൻ സ്വർഗത്തിന്റെ അല്ലാഹു എന്റെ കയ്യിൽ തന്ന് ഞാനത് തുറക്കുമ്പോ മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോല് നമ്മുടെ നേതാവിന്റെ കയ്യിലാണ് അല്ലാഹു ഏൽപ്പിക്കുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലാണ് സ്വർഗത്തിന്റെ താക്കോല് കൊടുക്കുന്നത്, വേറെ ആരെയും കയ്യിലല്ല. ആ താക്കോലും പിടിച്ച് ഞാനിങ്ങനെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോ അമ്പിയാക്കളും മറ്റൊക്കെ ഉണ്ട്, പരിസരങ്ങളിലുണ്ട്. ഒരു പെണ്ണ്, അള്ളാഹു എനിക്ക് ആ ചിത്രം കാണിച്ചു തന്ന ഒരു പെണ്ണ് തിക്കും തിരക്കും കൂട്ടി അമ്പിയാക്കൾക്കിടയിലൂടെ വന്ന്, എങ്ങനെയോ എന്റെ അടുത്തന്നെ കാണുന്ന അടുത്ത് ആ പെണ്ണെത്തിയിട്ടുണ്ട്. ആ പെണ്ണിങ്ങനെ തിരക്ക് കൂട്ടുമ്പോ ഞാൻ ചോദിക്കുന്നു, എന്താ പെണ്ണെ എത്ര തിരക്ക് കൂട്ടുന്നത്? ആ പെണ്ണ് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലേ,
ഞാൻ ആരാന്നറിയോ? ഞാൻ 4 യതീമുകളെ എന്റെ സ്വന്തം അധ്വാനം കൊണ്ട് പോറ്റി വളർത്തിയൊരു പെണ്ണാണ്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറണം, സ്വർഗത്തിലേക്ക് എനിക്ക് വേഗം കയറണം, അതിനുള്ള വ്യഗ്രതയാണ്. എന്റെ ഭർത്താവ് കുട്ടിക്കാലത്ത് ഈ മക്കളുടെ ഒന്നും തെമ്മീസിന് വരെ കാത്തു നിൽക്കാതെ, പ്രായപൂർത്തിക്ക് സമയമാകാതെ എന്റെ ഭർത്താവ് ഇവിടെ വാങ്ങിയപ്പോ പല അന്വേഷണങ്ങളും എനിക്ക് വന്നു. വിവാഹാന്വേഷണം ഒന്നും ഞാൻ സ്വീകരിച്ചില്ല. എന്റെ യതീമുകളെ ഓർത്തിട്ട്, എന്റെ കുട്ടികളെ ഓർത്തിട്ട് ഞാൻ അവരെ പരിപാലിച്ചു, പോറ്റി വളർത്തി, അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, അവരെ പഠനം ഞാൻ സുഗമമാക്കി കൊടുത്തു, അവരെ ഒരു സ്ഥാനത്തെത്തിക്കുന്നത് വരെ നിരന്തരമായി ഞാൻ അധ്വാനിച്ചു. എനിക്ക് വേഗം സ്വർഗത്തിലേക്ക് കയറണം. ഒരു പെണ്ണ് വന്ന് തിരക്ക് കൂട്ടുന്നു. ആ പെണ്ണിന് അല്ലാഹു കൊടുത്ത യോഗ്യത യതീമുകളെ പോറ്റി വളർത്തിയെന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെ കിട്ടുന്ന എത്ര സഹോദരിമാരുണ്ട്? ഒരുപാടുണ്ട്. എത്ര വല്യപ്പമാരുണ്ട്, എത്ര സഹോദരങ്ങളുണ്ട് നമ്മുടെ നാട്ടില്, ഒരുപാടുണ്ട്. എന്റെ പരിചയത്തിൽ ഒരു സഹോദരനുണ്ട്, സ്വന്തം ജേട്ടന് 5 മക്കളുണ്ട്. അതിൽ ഒരു കുട്ടിക്ക് പ്രായപൂർത്തി എത്താൻ ഏകദേശം സമയം അടുത്തപ്പോഴേക്ക് ഉപ്പ മരണപ്പെട്ടു. ആ ജേട്ടന്റെ 5 മക്കളെയും അനുജൻ, നേരെ സഹോദരൻ പോറ്റി വളർത്തുന്നത്, ഭക്ഷണം കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത്, ഒരു കിടപ്പാടല്ലായിരുന്നു, ഒരു വീട് കെട്ടിക്കൊടുത്ത് സംരക്ഷണം കൊടുത്തത് ആ സഹോദരനാണ്. സ്വർഗാണ് ആ കയ്യിൽ വാങ്ങുന്നത്. ഒന്ന് കണക്കൂട്ടി നോക്കൂ.